കഴിഞ്ഞ 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ ഹാൻഡിലുകളിൽ വിമർശനം ഏറ്റുവാങ്ങിയ ഒരു വീഡിയോ ആണ് മരണവീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്ന ഓർത്തഡോക്സ് വൈദികരെ മാർത്തോമാ സഭയിലെ വൈദികൻ അതിന് സമ്മതിക്കാതിരുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസനത്തിലെ 2 സീനിയർ വൈദികരാണ് മരണവീട്ടിൽ പ്രാർത്ഥിച്ച് അനുശോചനം അറിയിക്കാൻ പോയത്. ആ വീടൊരു മാർത്തോമാ സഭാ വിശ്വാസിയുടെ ആണെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരവിടെ പോയത്. സാധാരണ ഓർത്തഡോക്സ് സഭയിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന മക്കളുടെ ഭവനങ്ങളിലായാലും അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഇതര സഭകളിലേക്ക് വിവാഹം കഴിച്ചു വിട്ടിരിക്കുന്ന മക്കളുടെ ഭവനങ്ങളിലായാലും മരണമോ മറ്റേതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളോ ഉണ്ടാകുന്ന സമയങ്ങളിൽ കുടുംബാംഗങ്ങൾ അറിയിച്ചാൽ ഓർത്തഡോക്സ് സഭയിലെ വൈദികർ പോകുന്നൊരു കീഴ്വഴക്കമുണ്ട്. അത് ഓർത്തഡോക്സ് സഭയിൽ മാത്രമല്ല, എല്ലാ ക്രൈസ്തവ സഭകളിലും വൈദികർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാറുണ്ട്. ഇവിടെയും അങ്ങനെയാണ് ഈ വൈദികർ പോയത്. ഈ വൈദികരെ പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്തതിൻ്റെ വീഡിയോയും അതിന് പുറകാലെ വൈദികരുടെ വോയിസ് ക്ലിപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അത് പലരും പങ്കുവച്ചിരുന്നു. ഓർത്തഡോക്സ് സഭയിലും മാർത്തോമാ സഭയിലും വിശ്വാസികളുടെ ഇടയിൽ മാത്രമല്ല, പട്ടക്കാരുടെയും മേൽപ്പട്ടക്കാരുടെയും ഇടയിൽ വലിയ ചർച്ചകളും വിമർശനങ്ങളും ഉണ്ടായി. അതുകൊണ്ടായിരിക്കണം ആ സംഭവത്തിലെ കഥാനായകൻ മാർത്തോമാ സഭയിലെ വൈദികൻ ഒരു കുറിപ്പ് പങ്കുവച്ചത്. പ്രചരിക്കുന്ന വീഡിയോ ഒറിജിനൽ അല്ലെന്നും ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രചരിപ്പിക്കുന്നതെന്നുമാണ് ആ കുറിപ്പിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ സാജനച്ചൻ. മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ 38 വർഷമായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികൻ. ചില ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്ന ഈ വീഡിയോ ക്ലിപ്പിന്റെ സത്യാവസ്ഥ ഇവിടെ കുറിക്കട്ടെ. ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന പുന്നക്കാട് ഇമ്മാനുവേൽ മാർത്തോമാ ഇടവകയിലെ ഒരു പിതാവിന്റെ ശവസംസ്കാര ദിവസമാണ് ഇത്. ഫെബ്രുവരി 6 വെള്ളിയാഴ്ച. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷയ്ക്ക് മുൻപായി ഞാൻ മൃതദേഹത്തിനരികിലിരിക്കുമ്പോൾ ഈ 3 വൈദികർ വന്നു ചേർന്നു. ഞാൻ യഥോചിതം അവരെ സ്വീകരിച്ചു. അവർ പോകുന്നതിന് മുൻപ് അച്ഛ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോകട്ടെ എന്ന് എന്നോട് പറഞ്ഞു. പ്രാർത്ഥിച്ചാട്ടെ അച്ഛ എന്ന് പറഞ്ഞ് ഞാനും ഒപ്പം എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അവർ 3 മൃതദേഹത്തിന്റെ തലയ്ക്കലെത്തി വരിയായി നിന്ന് ശുശ്രൂഷ ആരംഭിക്കാൻ ഒരുങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ അടുത്ത് ചെന്ന്, അച്ഛ പ്രാർത്ഥിക്കട്ടെ എന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്, പ്രാർത്ഥിച്ചാട്ടെ, 2 വാക്ക് അനുശോചനവും പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും സൗമ്യമായി കൈകൾ കൂപ്പി ആവർത്തിച്ചു, അച്ഛനൊന്ന് പ്രാർത്ഥിച്ച് അനുശോചനം പറഞ്ഞാട്ടെ. തുടർന്ന് അച്ഛൻ കൗമ ചൊല്ലി പ്രാർത്ഥിച്ചു. അവരുടെ ഒരു ഗീതവാക്യം പ്രതിവാക്യമായി ചൊല്ലി ആശീർവാദവും പറഞ്ഞു. ഇതെല്ലാം ആ ലൈവ് വീഡിയോയിലുണ്ട്. പക്ഷെ ഈ ഭാഗം മാത്രം ക്ലിപ്പ് ചെയ്ത് അതിന്റെ ഒറിജിനൽ ഓഡിയോ റീപ്ലേസ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് ഗൂഢലക്ഷ്യത്തോടെയാണ്. പ്രാർത്ഥിക്കേണ്ട എന്നല്ല, പ്രാർത്ഥിച്ചാട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അവരുടെ നമസ്കാരവും സെദാറ പ്രാർത്ഥനകളും ചൊല്ലാനാണ് പ്രതീക്ഷിച്ചതെങ്കിൽ അത് അത്തരത്തിൽ എന്നോട് പറഞ്ഞിരുന്നതുമില്ല. ഇതാണ് സത്യം. ഇതെല്ലാവരുടെയും മുമ്പിൽ ഞാൻ പ്രസ്താവിച്ചു കൊള്ളുന്നു. സത്യം ഇതാണെന്നിരിക്കെ സംഭവത്തെ വക്രീകരിച്ച് അനാവശ്യമായ സഭാവൈരം സൃഷ്ടിക്കാനും മലങ്കര മാർത്തോമാ സഭയുടെ എക്യൂമെനിക്കൽ ദർശനങ്ങളെ ഇകഴ്ത്തിക്കാട്ടാനുമുള്ള പരിശ്രമങ്ങളെ അപലപിക്കുകയും ചെയ്യുന്നു. ആ വൈദികൻ പറയുന്നതിൽ ഒരു ന്യായവുമില്ല. കാരണം പ്രചരിക്കുന്ന വീഡിയോയിൽ വളരെ വ്യക്തമായി കാണാം അച്ഛന്മാരോട് വന്ന് പറയുന്നതും വിലക്കുന്നതുമൊക്കെ. അത് ഒറിജിനൽ വീഡിയോ അല്ലെന്നാണ് ആ വൈദികൻ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ വീഡിയോ ആ വൈദികൻ തന്നെ പുറത്തു വിടണം. എപ്പോഴും അവനവൻ്റെ ഭാഗം ന്യായീകരിക്കാൻ എന്ത് കാര്യവും എഴുന്നള്ളിക്കും. ഒരു കള്ളം പലതവണ പറഞ്ഞാൽ ഒരുപക്ഷെ സത്യമാണെന്ന് പണ്ടൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ലൈവ് ഉള്ളതുകൊണ്ട് അങ്ങനെ കള്ളം പറയാനും പറ്റില്ല. ഏതായാലും ഇത് അത്ര ആരോഗ്യകരമായ ഒരു നടപടിയല്ല. ഇക്കാലത്ത് സഭകൾ തമ്മിൽ ഐക്യം ഉണ്ടാകേണ്ടത് ആവശ്യമല്ല, അത്യാവശ്യമാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒട്ടനവധി സഭാപിതാക്കന്മാരും വിശ്വാസികളുമുണ്ട്. അതിനെ തുരങ്കം വയ്ക്കുന്ന ഒരു നടപടിയായിട്ട് ഇതിനെ കരുതാൻ പറ്റുള്ളൂ.